അതെ, ആദ്യം ശിവയുടെ രോഗം മാറട്ടെ. അതുവരെ ചേട്ടന്റെ മനസ്സിലെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല ചേട്ടാ. എന്താ മായച്ചി ഇവിടെ സംഭവിക്കുന്നത്? നമ്മൾ നട്ട വിത്തുകള് മുളച്ചു തുടങ്ങിത്താരെ. അതിന്റെ ആദ്യത്തെ പടിയാ ഇന്നിവിടെ നടന്നത്. എന്ന് പറഞ്ഞ ജ്യോതി SKയുടെ കാര്യങ്ങളില് കൂടുതലായി ഇടപെടുന്നത് DKയെ അസ്വസ്ഥനാക്കി തുടങ്ങി. അതുപോലെ SKക്ക് ജ്യോതി ഇല്ലാതെ പറ്റില്ലാന്ന നിലയിൽ കാര്യങ്ങൾ എത്തി. അപ്പൊ അന്ന് മായച്ചി SKയോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ആയെന്നർത്ഥം. അതെ. എന്റെ കൃഷ്ണ, നീ അതങ്ങോട്ട് പൊലിപ്പിച്ചു തരണേ. ഒരു വിത്തിട്ടാൽ 100 മേനി വിളയുന്ന കൃഷിയാ മോളെ അസൂയ. അതുപോലെ തന്നെയാ ഇഷ്ടവും. ഒരു പറ വിതച്ചാൽ 100 പറ കൊയ്യും. DKയുടെയും SKയുടെയും മനസ്സിൽ ഇനി ഈ വിത്ത് മുളച്ചത് തഴച്ചങ്ങ് വളരും. തുടക്കത്തിലേ ഇങ്ങനെ, അപ്പൊ അവസാനം എന്തായിരിക്കും? എനിക്ക് ആലോചിച്ചിട്ട് സന്തോഷം സഹിക്കുന്നില്ല മായച്ചി. DKയുടെ മനസ്സിൽ ഇതിനെ ഒരു സംശയരോഗമായിട്ട് വളർത്തിത്തരണം എന്റെ ഭഗവാനെ. അങ്ങനെയല്ല താരേ, വെറും സംശയരോഗമല്ല. അനിയന്റെ മനസ്സിൽ നിന്ന് മായുന്ന ഭ്രാന്ത് ഏട്ടന്റെ ഉള്ളിൽ വളരണം. DKയുടെ സമാധാനം നഷ്ടപ്പെടണം. ആർക്കെതിരെ ചിന്തിച്ചാലും DKക്കെതിരെ ചേച്ചി ഇങ്ങനെ ചിന്തിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. സാഹചര്യമാണ് സൃഷ്ടിയുടെ മാതാവ്. ദിവസവും അമ്മ പ്രാർത്ഥിക്കുന്ന ആ പൂജാമുറിയിലെ കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞിട്ടില്ലേ, മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനമെന്ന്. ഞാനും അതേ ചെയ്യുന്നുണ്ട്. ഈ ലോകത്തെ എല്ലാവരുടെയും പ്രശ്നം സ്വന്തം നിലനിൽപ്പ് തന്നെയാടി. അത് രാജ്യങ്ങളായാലും കോർപ്പറേറ്റ് കമ്പനികളായാലും സാധാരണ മനുഷ്യരായാലും കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങളായാലും അവനവന്റെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന് തോന്നിയ ആരോടും യുദ്ധം ചെയ്യും, ആരെയും ചതിക്കും. വേണ്ടി വന്നാൽ കൊല്ലും. നമ്മൾ അത്രയൊന്നും ചെയ്യുന്നില്ലല്ലോ. ആ ജ്യോതി ഈ വീട്ടിൽ നിന്ന് പോകണം. SKയുടെ ശല്യം നമുക്കിനി ഉണ്ടാവരുത്. നമ്മുടെ അമ്മായി അച്ഛനെ പഴയതുപോലെ നമുക്ക് തിരിച്ചു കിട്ടണം. അത്രയുള്ളൂ. എന്ന് പറഞ്ഞ DK ഇനിയൊരു വിവാഹം കഴിക്കണം എന്നാണോ? DK വിവാഹം കഴിക്കണം. അത് പക്ഷേ ജ്യോതിയെ പോലെ ഒരാളെ അല്ല. നമ്മുടെ തലേ കയറുന്ന ഒരുത്തിയെ അല്ല, നമ്മൾ പറയുന്നത് കേട്ട് അനുസരിക്കുന്ന ഒരുത്തിയാ DK കല്യാണം കഴിക്കേണ്ടത്. നിനക്കറിയില്ല ജ്യോതിയെ, ഞാൻ അവളെ അടിമുടി പഠിച്ചിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ മണ്ടത്തരങ്ങൾ പറയുമെങ്കിലും കൂർമ്മ ബുദ്ധി അവൾക്ക്. അവസരത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ അവൾക്ക് ഒരു നിമിഷത്തെ ചിന്ത പോലും വേണ്ട. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആരെയും പാട്ടിലാക്കാൻ അവൾക്ക് പെട്ടെന്ന് കഴിയും. അതുമാത്രമല്ല,
ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ആയുധം അവളുടെ അഭിമാനബോധമാണ്. അതവൾക്കുണ്ട്. പിന്നെയും ഉണ്ട് ക്ഷമിച്ചുകൊണ്ട് ഏതു മഹായുദ്ധവും ജയിക്കാനുള്ള അപൂർവ സിദ്ധി. ജീവിതത്തിൽ ജയിക്കാൻ വേണ്ട ഏറ്റവും വലിയ മറ്റൊരായുധമാണത്. അതവൾക്ക് ജന്മസിദ്ധിയായിട്ട് കിട്ടിയതാണ് താരെ. മായച്ചി പറഞ്ഞത് ശരിയാ. നമ്മൾ എന്തൊക്കെ തരത്തിൽ അവളെ ദ്രോഹിക്കാൻ ശ്രമിച്ചു, എന്നിട്ട് ഇന്ന് വരെ അവള് നമ്മളോട് മുഖം കറുപ്പിച്ചിട്ടില്ല, സംസാരിക്കാതെ ഇരുന്നിട്ടില്ല. എന്നാ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചിട്ടുണ്ട്. സിത്താരയ്ക്ക് പകരം DK കല്യാണം കഴിച്ചു വന്ന അന്ന് മുതൽ ഇന്ന് വരെ അവൾ ഇവിടെ നിന്ന് പിഴച്ചത് മായച്ചി പറഞ്ഞ ഈ ആയുധം ഉപയോഗിച്ച് തന്നെയാ. പുറമേ അബദ്ധങ്ങൾ പറയുന്നേ ഉള്ളൂ. കാര്യത്തോടടുക്കുമ്പോ അളന്നു കുറിച്ചുള്ള വാക്കും പ്രവൃത്തിയും തന്നെ അവളുടേത്. അതെ, അത് തന്നെയാ കാര്യം. അവള് നമുക്ക് അമ്മായി അമ്മയായിട്ട് വന്നാൽ DKയുടെ മറ്റൊരു പതിപ്പായിട്ട് അവള് മാറും. സൂര്യയുടെ കാര്യത്തിലും SKയുടെ തിരിച്ചുവരവിലും അവളെടുത്ത തീരുമാനം വിജയിക്കുന്നത് നമ്മൾ കണ്ടു. സ്വന്തം അനിയത്തിയുടെ ജീവിതത്തിനും കുടുംബത്തിന്റെ രക്ഷയ്ക്കും വേണ്ടി അവിനാശിന്റെ തന്ത്രത്തിൽ കുടുങ്ങിയിട്ടാണെങ്കിലും DKയ്ക്ക് മുന്നിൽ സ്വന്തം ജീവിതം എറിഞ്ഞു കൊടുത്തവളാണ് ജ്യോതി. ആ ധൈര്യം സമ്മതിച്ചേ പറ്റൂ. ഇത്രയും കാലം DK അവളെ അവഗണിച്ചിട്ടും അവള് ക്ഷമയോടെ കാത്തിരുന്നു. സൂര്യയെ ഉപയോഗിച്ച് തന്നെ അവൾ അവിനാശിന്റെ തനി രൂപം നമുക്കെല്ലാവർക്കും മുമ്പിൽ തുറന്നു കാണിച്ചു. DK അവിനാശിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നായയെ പോലെ തല്ലിയില്ലേ? അതവളുടെ വിജയമാണ്. അങ്ങനെയുള്ള ഒരുത്തിയെ നമ്മൾ ഭയക്കുക തന്നെ വേണം. ഇനിയിപ്പോ എന്ത് ചെയ്യും? DK അവളെ തിരികെ കൊണ്ടുവിട്ടു, SK പോയി കൊണ്ടുവന്നു. കഥ പഴയ ട്രാക്കിൽ തന്നെ. ഇല്ലടി, ജ്യോതിയുടെയും DKയുടെയും SKയുടെയും കഥ പുതിയൊരു ട്രാക്കിൽ കയറാൻ പോകുന്നതേയുള്ളൂ. അതൊരു ട്രയാങ്കിൾ പ്രണയ കഥയായിട്ട് വളരും. അതിന് നടുവിൽ പകയുടെ ഉലയൂതി കത്തിക്കും ഞാൻ. അതിനൊടുവില് എന്ത് സംഭവിക്കുമെന്ന് എനിക്കിപ്പൊ പറയാൻ വയ്യ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ജ്യോതിയും SKയും പിന്നെ ഈ അമരാവതിയിൽ ഉണ്ടാവില്ല. DK മാത്രമേ ഉണ്ടാവൂ. എനിക്ക് മായച്ചി ചിലപ്പോ മനസ്സിലാക്കാനേ പറ്റുന്നില്ല. എന്തൊരു പ്ലാനിങ് മായച്ചിയുടേത്. അവനവന്റെ ജീവിതം കടപുഴകി വീഴുമെന്ന് കണ്ടാൽ ആരും ഇത്തരം പ്ലാനിങ് നടത്തിപ്പോവും. എന്തായാലും ഒന്നുറപ്പാ, പഴയതൊന്നും ആവർത്തിക്കാൻ ഇനി ഞാൻ അനുവദിക്കില്ല. ഹലോ മൈ ഡിയർ സൺ, ഹൗ ആർ യു? അമ്മ ഇത്രയും കാലമായിട്ട് ഈ ഇംഗ്ലീഷ് പറച്ചിൽ നിർത്തിയില്ലേ? ഞാനോ ഇംഗ്ലീഷ് നിർത്താനോ? നോ 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 നോ, ഞാനൊരു സ്റ്റുഡന്റ് അല്ലേ ബേട്ടാ. സ്റ്റുഡന്റോ? അമ്മയോ? ഏത് സ്കൂളിലാ? അമരാവതി സ്കൂൾ. ടീച്ചറും സ്റ്റുഡന്റും ഈ ഞാൻ തന്നെയാ. എന്നിട്ട് അമ്മ ഏതുവരെ പഠിച്ചു? ഞാനിപ്പോ ഹയർ എഡ്യൂക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുവല്ലയോ. അതെന്താ? എടാ, ഇംഗ്ലീഷും ഹിന്ദിയും കഴിഞ്ഞ് ഞാനിപ്പോ തെലുങ്കിലേക്ക് കയറിയിരിക്കുവാ. മീഥ അർത്ഥമായി താണ്ടി, അർത്ഥം കാലയിതാ. മനസ്സിലായോ നിനക്ക്? എടാ, അതിനർത്ഥം അമ്മ ദയവ് ഇത് തെലുങ്ക് പറയല്ലേ, നാട്ടുകാര് ട്രോളി കൊല്ലും. എന്നാലേ കുറച്ച് കന്നഡ പറയാം. ഓ എന്റെ പൊന്നമ്മച്ചി, നല്ല ഒന്നാന്തരം മലയാളം ഉള്ളപ്പോ എന്തിനാ ഹിന്ദിയും തെലുങ്കും? മൈ സൺ, ഹിന്ദി നമ്മുടെ ആ ആയിക്കോട്ടെ, നമ്മുടെ വീട്ടില് മലയാളം പോരെ.
എനിക്കിത് വരത്തില്ലടാ മോനെ. അറിയാതെ ഇതൊക്കെ അങ്ങ് വന്നു പോവുക. ആ, അതിരിക്കട്ടെ, അമ്മയ്ക്ക് എന്നോട് വേറെ എന്തോ ചോദിക്കാനുണ്ടല്ലോ. അത് ആ, അതിന് ഇത്രയും തെലുങ്കും ഹിന്ദിയൊക്കെ പറഞ്ഞ് സീൻ കോമഡി ആക്കണ്ട. പറ, അമ്മയ്ക്ക് എന്താ അറിയേണ്ടത്? എനിക്കൊന്നും ചോദിക്കാനില്ല. ആ, എന്നാ പിന്നെ ഞാൻ പോയേക്കാം. അമ്മ ചോദിക്കട്ടെടാ. ആ, അങ്ങനെ മര്യാദക്ക് ചോദിക്കമ്മേ. അമ്മയുടെ ഈ നമ്പർ പഴയതാ, ഇപ്പോഴും ഞാനതൊന്നും മറന്നിട്ടില്ല. താങ്ക് യു മൈസൻ. അതെ, സത്യത്തിൽ എന്താ സംഭവിച്ചത്? അമ്മയ്ക്ക് ഇതുവരെ ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. ദേവൻ രാവിലെ ഓഫീസിൽ നിന്ന് സൂപ്പർ ഫാസ്റ്റ് പോലെ തിരിച്ചു വന്ന് ജ്യോതിയെ കൊണ്ടൊരു പോക്ക് പോന്നു കണ്ടു. തിരിച്ചു വന്നപ്പോ ജ്യോതിയില്ല. ചോദിച്ചപ്പോ പറയണോ അവളെ അവിടെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടെന്ന്. കാര്യം എന്താണെന്നോട്ട് അവനോട്ട് പറയുന്നുമില്ല. മോനെ, നിനക്കറിയാമെങ്കിൽ നീ പറ, അവളെ എവിടുന്ന നിനക്ക് കിട്ടിയത്? ജ്യോതിയുടെ വീട്ടിൽ നിന്ന്. നീ അവിടെ പോയോ? പോയി. ഏട്ടൻ ജ്യോതി അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ടു. ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. എന്തിനാ ഏട്ടൻ ജ്യോതിയെ കൊണ്ടുവിട്ടെന്ന് ആർക്കും അറിയില്ല, ജ്യോതിക്കും അറിയില്ല. ജ്യോതി ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആരാമ്മ? അമ്മ പറ, ഞാൻ ചെയ്തത് തെറ്റാണോ? ഒരു തെറ്റുമില്ല. എസ്കേ ചെയ്തതാ ശരി, അല്ലേ അമ്മേ? എന്റെ മരുന്നും ഫുഡും ഒക്കെ ഡോക്ടറെ ഏൽപ്പിച്ചിരിക്കുന്നത് ജ്യോതിയാണമ്മേ. അപ്പൊ പിന്നെ ജ്യോതി ഇവിടെ ഇല്ലാതെ എങ്ങനെയാ? അമ്മേ, എസ്കേ പറഞ്ഞതാണ് കറക്റ്റ്. ജ്യോതിയല്ലേ എസ്കേ ഇവിടെ കൊണ്ടുവന്നത്. ഞങ്ങളൊക്കെ എസ്കെ തിരിച്ചു കൊണ്ടുപോണോന്ന് പറഞ്ഞപ്പോഴും വേണ്ടാന്ന് ധൈര്യപൂർവ്വം പറഞ്ഞത് ജ്യോതിയാ. എസ്കെയുടെ ഫുള്ള് ഉത്തരവാദിത്വവും ഇപ്പൊ ജ്യോതിക്കാം. അതിന്റെ മാറ്റവും എസ്കെയിൽ കാണുന്നുണ്ട്. ഞങ്ങളോടൊക്കെയുള്ള പെരുമാറ്റത്തിൽ പോലും കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഉണ്ടോ? ഇല്ലെങ്കിൽ എസ്കെ തന്നെ പറയട്ടെ. നേരത്തെയുള്ള അത്രയും ദേഷ്യം എസ്കെക്ക് ഇപ്പൊ ഞങ്ങളോട് തോന്നുന്നുണ്ടോ? ഇല്ല. ആഹാ, അപ്പോ അതല്ലേ ശരി. ജ്യോതിയുടെ സാമീപ്യവും സ്നേഹവും എസ്കെക്ക് മരുന്നിനേക്കാളും വലിയ ശക്തിയാ. അതുകൊണ്ട് ജ്യോതി പോയാൽ എസ്കെക്ക് സങ്കടമാവും, അല്ലേ എസ്കെ? അതെ അമ്മേ, എനിക്ക് ആരോടും ഒരു ദേഷ്യവുമില്ല. അമ്മ പറ, ജ്യോതി ഇവിടെ വേണ്ടേ? മോനെ, അവള് നിന്റെ ഏട്ടത്തിയമ്മയാ, ഏട്ടന്റെ ഭാര്യ. അവളെ വീട്ടിൽ തന്നെ എന്നും ഉണ്ടാവണമെന്നാ അമ്മയുടെ ആഗ്രഹം. എസ്കെ, അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ജ്യോതിയെ ഇനി ഒരിക്കലും ഇവിടുന്ന് എങ്ങോട്ടും വിടാൻ സമ്മതിക്കരുത്, അല്ലേ അമ്മേ? അതെ, എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്, ഞാൻ പോട്ടെ. മരുമകളെ തിരിച്ചു കിട്ടിയപ്പോ അമ്മ ഹാപ്പി ആയില്ലേ? കിടക്കുന്നില്ലേ മനുഷ്യ? ഉറക്കം വരുന്നില്ല ശരദേ. അച്ഛനല്ലെങ്കിലും ഇനി കല്യാണം കഴിയാതെ ഉറക്കം വരില്ല. എന്തിനാ അച്ഛാ ഈ ടെൻഷൻ? ഒന്നിനും ഒരു കുറവുമില്ലല്ലോ. അതല്ല മോളെ, ആലോചിച്ചിട്ട് ഒരു എത്തും പിടി കിട്ടുന്നില്ല. എന്നാ പിന്നെ ആലോചിക്കാതിരുന്നാ പോരെ. വിവരക്കേട്ട് പറയല്ലേ. നീ ഇന്നിവിടെ സംഭവിച്ചൊക്കെ ഒന്ന് ഓർത്തു നോക്കിയേ. കല്യാണം കഴിയുന്നതുവരെ ജ്യോതി ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞല്ലേ DK അവളെ ഇവിടെ കൊണ്ടുവിട്ടത്. അവൻ പോയി 10 മിനിറ്റ് തികയും മുമ്പേ അവന്റെ അനിയൻ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി. അവൻ എന്തൊരു വെപ്രാളത്തിലാ വന്നത്. ആ, അച്ഛൻ പറഞ്ഞത് ശരിയാ. ആകെ പേടിച്ച് പരിഭ്രാന്തിയോടെയാ അയാൾ ഇങ്ങോട്ട് വന്നത്. വന്ന ഉടനെ തന്നെ ചേച്ചിയും കൊണ്ട് തിരിച്ചു പോവുകയും ചെയ്തു. ഭ്രാന്ത് കയറിയ മനുഷ്യരെ എന്തൊക്കെയാ ചെയ്യാത്തത്? ഏയ്,
അവൻ അവളെ വലിയ ഇഷ്ടമാണെന്നാ തോന്നുന്നത്. അവന്റെ ഏട്ടത്തിയമ്മയല്ലേ? അത് മാത്രമല്ല സുധേട്ടാ, അവനെ ഭ്രാന്താശുപത്രിയിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നത് അവളല്ലേ? അപ്പൊ ആ സ്നേഹം കാണിക്കാതിരിക്കൂ? എനിക്ക് എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻ. എന്തായാലും നാളെ അമരാവതി വരെ ഒന്ന് പോകണം. എന്താടി? കൊള്ളാം. എന്ത്? അല്ല, കമ്മലിട്ടവൻ പോയാ കടുക്കനിട്ടവൻ വരുമെന്നൊരു പഴമൊഴിയുണ്ട്. നിന്റെ കാര്യത്തില് അത് 100% ശരിയടി. ഏട്ടൻ കൊണ്ടുവിട്ടപ്പോ അനിയന്റെ കൈ പിടിച്ച് നീ തിരിച്ചു വന്നു. ശുക്രൻ ഉച്ചസ്ഥായില് കയറി ജാതകം അടി നിന്റെ. അതേടി മരുമകളെ, നീ പറഞ്ഞത് 100% ശരിയാ. എനിക്കിപ്പോ ശുക്രനാ. നിന്നെ പോലെയുള്ള ശനിദോഷങ്ങളുടെ അപഹാരത്തിന് എന്നെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല. ഞങ്ങൾക്ക് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷേ നിന്റെ ഇപ്പോഴത്തെ ഈ കളി ഭസ്മാസുരന് വരം കിട്ടിയതുപോലെയാ. നീ ഭ്രാന്താശുപത്രിയിൽ നിന്ന് കെട്ടിപ്പിടിച്ചു കൊണ്ടുവന്നവൻ തന്നെ നിന്റെ സകല നാശത്തിനും കാരണമാവും. ഇത് മായയാ പറയുന്നത്. നിന്റെ മായ മന്ത്രമൊന്നും ഇങ്ങോട്ടെടുക്കാൻ നിൽക്കണ്ട. അതൊന്നും എന്നെ ബാധിക്കാൻ പോകുന്നില്ല. ശിവയോട് നിങ്ങൾക്കുള്ള ദേഷ്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇത്രയും കാലം നിങ്ങൾ കാരണം അവൻ ഭ്രാന്താശുപത്രിയിലായിപ്പോയെന്ന് എനിക്കറിയാം. നീയൊക്കെ എന്താടി കരുതിയത്? ഒരാളെ എല്ലാ കാലവും ഇരുട്ടറയിൽ അടച്ചിട്ട് നിനക്ക് സുഖമായിട്ടങ്ങ് ജീവിക്കാന്നോ? വല്ല ഭ്രാന്തന്മാരും മെന്റൽ ഹോസ്പിറ്റലായി പോയതിന് ഞാൻ എന്തു പിഴച്ചു? അതിന്റെ കണക്കെടുപ്പ് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എടി, നീയൊക്കെ എത്ര ശ്രമിച്ചാലും അതിന്റെ മുകളിൽ ദൈവത്തിന്റെ ഒരു വിധിയുണ്ട്. ആ വിധി SKക്ക് അനുകൂലമായിരിക്കും. അതുകൊണ്ടാ ഈശ്വരൻ എന്നെ SKയുടെ മുന്നിൽ എത്തിച്ചത്. ഈശ്വരൻ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് എത്തിച്ചതൊക്കെ കൊള്ളാം. പക്ഷേ SKയെ മുൻപിൽ നിർത്തി നീ വല്ലാതെ അങ്ങ് അഹങ്കരിക്കരുത്. SKയെ തിരിച്ചു കൊണ്ടുവന്നത് DKക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിന്റെ വിരോധം കൊണ്ട് DK നിന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിട്ടത്. ആ നീ അതിന്റെ തൊട്ടു പിന്നാലെ SKയുടെ വണ്ടിയിൽ കയറി തിരിച്ചു വന്നു. നീ അവനെ വിളിച്ചു വരുത്തിയതോ അവനായിട്ട് വന്നതോ? നിർത്തടി, അനാവശ്യം പറയുന്നോ? ഇതുകൊണ്ട് നിന്റെ തലമണ്ണ അടിച്ച് പൊട്ടിക്കും ഞാൻ. നീ പറഞ്ഞതിന്റെ ദുസൂചനയൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഇത് ജ്യോതിയാ. അവൻ എന്റെ അനിയനും. അനിയനും ചേട്ടത്തിയും തമ്മിലുള്ള നാടകമൊക്കെ ഞങ്ങളും കാണുന്നുണ്ട്. അതിനെന്താടി ഒരു കുഴപ്പം? ഒരു വയറ്റിൽ നിന്ന് വന്നാലേ കൂടപ്പിറപ്പാവുള്ളൂ എന്നൊന്നുമില്ല. എനിക്കില്ലാതെ പോയൊരു കൂടപ്പിറപ്പിനെ പോലെയാ ഞാൻ SK കരുതുന്നത്. അത് മനസ്സിലാക്കണമെങ്കിലേ നീയൊക്കെ നല്ല കുടുംബത്തിൽ ജനിക്കണം. നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അമരാവതി വീടിന്റെ മഹത്വവും പാരമ്പര്യവും അറിയാതെ ഈ വീട്ടിൽ കയറി വന്നവളാ നീ. ആത്മാർത്ഥത നിന്റെ വാക്കിലുണ്ട്, പക്ഷെ പ്രവൃത്തിയിലില്ല. എല്ലാവരെ കുറിച്ചും നല്ലത് മാത്രമേ പറയുള്ളൂ പുറമേ കാണിക്കും. പക്ഷെ ഫലത്തില് മന്ദരയുടെ സ്വഭാവക്കാരിയാ. ഒരു കാര്യം നീ ഓർത്തോ, പ്രാർത്ഥനയായാലും പരിചരണമായാലും അത് ആത്മാർത്ഥതയോട് ചെയ്താലേ അതിന് ഫലം ഉണ്ടാവും. നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഏറ്റെടുത്ത ജോലി ഞാൻ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യും. SK ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. കേട്ടോടി മരുമകളെ? നമുക്ക് കാണാം. കാണാം. ഈ കാര്യങ്ങളൊന്നും എന്നോട് വിളിച്ച് പറയണ്ടെന്ന് നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. അതൊക്കെ നിങ്ങൾ പർച്ചേസ് മാനേജരോട് ചോദിക്കണം. നോ,
ഈ കാര്യം പറഞ്ഞ് മേലിൽ എന്നെ വിളിച്ചേക്കരുത്.